യോഹന്നാൻ്റെ സുവിശേഷം 11:4 ഈ വചനമുണ്ട്. നന്മ വന്നാലും തിന്മ വന്നാലും ഈശോ നന്മയായിട്ട് കണക്കാക്കും. അതൊരു നിലപാടാണത്, ജീവിതത്തിൻ്റെ സമീപനമാണത്. അത് സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഒരു നിലപാട് തറയാണ്. ലോഞ്ചിങ് പാടെന്ന് പറയത്തില്ലേ, അതുപോലെ ലോഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു നിലപാടെടുക്കണം നമ്മൾ. നന്മ വന്നാലും തിന്മ വന്നാലും എൻ്റെ ദൈവം എനിക്ക് നന്മയായിട്ട് മാറ്റത്തുള്ളൂ. അതാണ് വിഷയം. അതുകൊണ്ട് നന്മ വന്നാലും തിന്മ വന്നാലും ഈശോ നന്മയായിട്ടാണ് കണക്കാക്കത്തുള്ളൂ, തിന്മയായിട്ട് കണക്കാക്കത്തില്ല. അതൊരു ആധ്യാത്മിക വളർച്ചയാണ്. സ്വർഗസ്ഥനായ പിതാവ് നമുക്ക് ചെല്ലാനുള്ള ഒരു യോഗ്യതയാണ് അത്. യോഹന്നാൻ 11:4. അത് കേട്ടപ്പോൾ യേശു പറഞ്ഞു, ഈ രോഗം മരണത്തിൽ അവസാനിക്കാനുള്ളതല്ല. എന്താണ് കേട്ടതെന്ന് നോക്കിയ 11:3 എടുത്തേ. കർത്താവേ, ഇതാ അങ്ങ് സ്നേഹിക്കുന്നവൻ രോഗിയായിരിക്കുന്നു എന്ന് പറയാൻ ആ സഹോദരിമാർ അവന്റെ അടുക്കലേക്ക് ആളയച്ചു. അപ്പൊ ഇത് സംഗതി സീരിയസ് ആണ്. അപ്പടെ ഈശോയ്ക്ക് സ്വകാര്യമായിട്ടുള്ള അടുപ്പമൊക്കെ ഉള്ളത് ഈ ലാസറുമായിട്ടാണ്. ഒത്തിരി പേര് ഇങ്ങനെ നിക്കഡേമോസ് രാത്രി ഈശോനെ കാണാൻ വന്നിട്ടുണ്ട്. അങ്ങനെ വളരെ വിരലെണ്ണാവുന്ന ആൾക്കാരുമായിട്ട് മാത്രമേ കർത്താവിന് അതായത് പേഴ്സണൽ ഇൻറ്റിമസി ഉണ്ടാകത്തുള്ളൂ. ആ പേഴ്സണൽ ഇൻറ്റിമസി ഉണ്ടായിരുന്ന ഒരാളാണ് അത് ലാസർ എന്ന് പറയുന്ന ആൾ. അപ്പോൾ ഈ ലാസർ പെട്ടെന്ന് രോഗിയായിപ്പോയി. സത്യം പറഞ്ഞാൽ ലാസർ രോഗിയാണെന്ന് പറയുമ്പോൾ തന്നെ ലാസർ മരിച്ചു പോയായിരുന്നു. പക്ഷേ പറഞ്ഞ ആളിനെ അറിയത്തില്ല ആൾ മരിച്ചു പോയെന്ന്. അവർക്ക് ഇന്നലെ അയാൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ കിട്ടിയ ന്യൂസാണ് രോഗിയാണെന്നുള്ളത്. പക്ഷേ ഒരു 24 മണിക്കൂർ കഴിഞ്ഞില്ലേ, അതിനുള്ള ആൾ മരിച്ചു. അപ്പം കർത്താവിനറിയാം, കേട്ടപ്പോൾ തന്നെ മനസ്സിലായി ആൾ മരിച്ചു എന്ന്. പക്ഷേ ആ തിന്മയുള്ള സംഭവം, മരണം അല്ലെ രോഗം എന്ന് പറഞ്ഞാൽ തിന്മയുള്ള ന്യൂസ് കേൾക്കുമ്പോൾ കർത്താവിൻ്റെ ഫസ്റ്റ് റെസ്പോണ്ട് എന്താ നോക്കിയേ? ഈ രോഗം മരണത്തിൽ അവസാനിക്കാനുള്ളതല്ല, പ്രത്യുത ദൈവത്തിന്റെ മഹത്വത്തിനും അതുവഴി ദൈവപുത്രൻ മഹത്വം പ്രാപിക്കുന്നതിനും വേണ്ടിയുള്ളതാണ്. അപ്പൊ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വിഷയത്തിൽ 2 മഹത്വം, ഒരു വെടിക്ക് 2 പക്ഷം എന്ന രീതിയിലാണ് സംഭവിക്കുന്നത്. എന്താണ് ഈ ഈശോ എപ്പോഴും മഹത്വം പറയുമ്പോൾ ഈശോ പറയണത് ആദ്യം പിതാവിൻ്റെ മഹത്വമാണ് പകർന്ന്, ആ പിതാവിൻ്റെ വക്ഷസ്സിലെ ഏകജാതനെ പകർന്ന് കിട്ടുന്ന പിതാവിൻ്റെ മഹത്വമാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഈ മഹത്വം എന്ന് വെച്ചാൽ ഇപ്പം ലാസർ പെട്ടെന്ന് പരിശുദ്ധാത്മാവും ഈ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഒന്ന് തന്നെയാണല്ലോ, സത്തയിൽ ഏകമാണ്. അതുകൊണ്ട് തന്നെ ഇൻ്റർ കണക്റ്റഡ് ആയത് കാരണം ആ പരിശുദ്ധാത്മാവ് പുത്രനോട് അപ്പം തന്നെ കൊടുക്കും, ഇയാളെ എഴുന്നേൽപ്പിക്കാൻ നിനക്ക് കഴിയും. അങ്ങനെ പിതാവ് മഹത്വപ്പെടും. അങ്ങനെ പിതാവ് മഹത്വപ്പെടുന്നതിലൂടെ നീ മഹത്വപ്പെടുന്നതിലൂടെ ജനങ്ങളെ നീ പുനരുത്ഥാനവും ജീവനുമാണെന്ന് വിശ്വസിക്കും. അല്ലെങ്കിൽ നീ ചുമ്മാ കേവല പ്രവാചകനായിട്ട് നിന്നെ കണക്കാകത്തുള്ളൂ. നിന്നെ ഒരു ദൈവപുത്രനായിട്ട് ജനങ്ങളെ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ മരിച്ചവൻ ഉയർത്തെഴുന്നേറ്റ് വരണം, ജീവൻ നൽകാൻ കഴിയണം. അപ്പം അത് ജനങ്ങൾ കാണണം. അപ്പം നിൻ്റെ മഹത്വം ഇതിലൂടെ സംഭവിക്കും എന്ന് പരിശുദ്ധാത്മാ പറഞ്ഞു കൊടുക്കും. ഇപ്പം നമ്മുടെ ആധ്യാത്മിക ജീവിതത്തിലേക്ക് വരുന്നൊരു വിഷയം, പരിശുദ്ധാത്മാവിന് നമ്മൾ മാറ്റി നിർത്തിക്കൊണ്ട് നമുക്കൊരു ആധ്യാത്മിക ജീവിതം സാധ്യമല്ല. എപ്പോഴും ശ്രദ്ധിച്ചേക്കണം. കാര്യം നിങ്ങൾ ആദ്യകാലങ്ങളൊക്കെ കുഴപ്പമില്ല, അത്യാവശ്യം കഞ്ഞി വെച്ചൊക്കെ പോകുന്നില്ലാതെ നിങ്ങൾ കുറച്ച് ചെല്ലുമ്പോൾ കർത്താവ് പിന്നെ അതെല്ലാം പേയ്മെൻറ്റുകളാണ്. ഉടമ്പടി വിജയിക്കുന്ന അവിടെയാണ്. പേയ്മെൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പം നമ്മൾ ചില ആപ്പുകളൊക്കെ നമുക്ക് ഫ്രീ ആയിട്ട് അവർ പറയും, ഫ്രീ നിങ്ങൾക്ക് ടാക്സ് ഇതിന് പൈസ അടയ്ക്കണ്ട, നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാമെന്ന് പറയും. അപ്പോൾ 5 പൈസ മുടക്കാതെ നമ്മൾ ഡൗൺലോഡ് ചെയ്തെടുക്കും. പക്ഷേ ചില സമയത്ത് നമുക്ക് പ്രിൻ്റ് കിട്ടത്തില്ല. ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റുമെങ്കിലും അതിൻ്റെ പ്രിൻ്റ് കിട്ടത്തില്ല. അപ്പോൾ അത് പറയാം, അത് വേറെ ആപ്പാണ്, അതിന് നിങ്ങൾ പേയ്മെൻറ്റ് നടത്തണമെന്ന് പറയും. അതാണ് വിഷയം. അപ്പോൾ കുറച്ചുകൂടി ദൈവികമായ കുറച്ച് സീരിയസ് മേഖലയിലേക്ക് പ്രവേശിക്കുമ്പോൾ ദൈവം പറയും അതെല്ലാം പേയ്മെൻറ്റാണ്, അതിന് നിങ്ങൾ
ഇങ്ങനെ IELTS പ്രാർത്ഥിച്ചുകൊണ്ട്, വസ്തുവിക്കാൻ പ്രാർത്ഥിച്ചുകൊണ്ട്, അത് നടന്നുകൊണ്ട്, അങ്ങനെ കേവല ക്രിസ്ത്യാനികളായതുകൊണ്ട് മാത്രം കാര്യമില്ല. ആ വിശ്വാസത്തിന് വേണ്ടി നിങ്ങൾ ജീവിതം കൊണ്ട് നിലനിൽക്കുന്നുവെന്നുള്ളത് ദൈവത്തിനും ബോധ്യപ്പെടുത്തണം. ഭയങ്കര പരിപാടിയാണ്. ഇപ്പോൾ നമുക്കൊരു IELTS പാസ്സാകാനോ അല്ലെങ്കിൽ ഇപ്പോൾ 10-50 കൊല്ലമായിട്ട് വിൽക്കാത്ത പറമ്പ് വിൽക്കാതെ, അതുപോലെ തന്നെ 20 കൊല്ലമായിട്ട് മക്കളില്ലെങ്കിലും മക്കളെ ജനിപ്പിക്കാനോ മക്കളെ തരാനോ അതൊന്നും ഒരു പ്രശ്നമല്ല. പക്ഷേ ദൈവത്തെ കിട്ടണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ സൊല്യൂഷൻസ് വേറെ. ക്യാഷ് ആൻഡ് കൈൻഡായിട്ട് വേറെ കിട്ടണമെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ ദൈവത്തെയാണ് നീ ലക്ഷ്യപ്പെടണമെന്നുണ്ടെങ്കിൽ നീ ആ ദൈവത്തിന് വേണ്ടി ജീവിക്കുമെന്നും, കാര്യം നിത്യത ഗ്യാരണ്ടി ഉള്ള കാരണം നിത്യതയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് നിനക്ക് നിത്യത തരുന്ന ദൈവത്തെക്കുറിച്ച് നീ അറിയണം, വ്യക്തിപരമായിട്ട് അറിയണം. അപ്പം അതുകൊണ്ട് അതിന് ഇടയ്ക്ക് നീ നിലനിൽക്കുമോ? ചില അനുഗ്രഹങ്ങൾ നിനക്ക് തരാതിരുന്നത് കൊണ്ട് നീ വിശ്വാസം ഒന്ന് പോകുമോ? ഇപ്പം ജോലി കിട്ടണില്ല, എന്നാൽ പിന്നെ ഞാൻ ഉടമ്പടി അവസാനിപ്പിച്ചേക്കാം എന്ന് പറഞ്ഞാൽ നിനക്ക് പോകാം. പക്ഷേ ആ ഒരു 0 ഹവറിൽ പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ മാത്രമേ പറയുന്നത് മനെ പോകരുത്. ഇപ്പോഴത്തെ പറയുന്ന ഗ്യാപ്പ് എന്ന് പറയണത് നീ ഈ വസ്തുക്കളിൽ നിന്നുള്ള പിടുത്തം വിട്ടിട്ട് ദൈവത്തെ തന്നെ പ്രധാനപ്പെട്ട വ്യക്തിയായിട്ട് കരുതിക്കൊണ്ട് ദൈവത്തെ നീ സ്വീകരിക്കാൻ വേണ്ടിയുള്ള ഒരു ഗ്യാപ്പാണ് ഈ ഡിറ്റാച്ച്മെൻറ്റ് വരണത്. പറയുന്ന കാര്യങ്ങളൊന്നും നടക്കത്തില്ല, പ്രാർത്ഥിക്കുന്ന കാര്യങ്ങളൊന്നും നടക്കത്തില്ല. സെക്കൻഡ് സെക്ഷനിലേക്ക് വരുമ്പോൾ അങ്ങനെ സംഭവിക്കുന്നത്. സെക്കൻഡ് സെക്ഷനിൽ പ്രാർത്ഥിക്കുന്ന കാര്യങ്ങളൊന്നും നടക്കത്തില്ല. അപ്പം ചില അണ്ണന്മാർക്ക് പരിശുദ്ധാത്മാവുള്ള കാരണം അവർക്കറിയാം, പരിശുദ്ധാത്മാവ് അവർക്ക് നോട്ട് കൊടുക്കും. കുഴപ്പമില്ല, ഇപ്പം നടക്കത്തില്ലെന്നേ ഉള്ളൂ, ഇതൊക്കെ നടക്കും, നീ ഇതിൻ്റെ പേരിൽ ദൈവത്തെ ഇട്ടിട്ട് പോകരുത്, നഷ്ടമായിരിക്കും. പരിശുദ്ധാത്മാവ് ഉപദേശകനാണ് ശരിക്കും പറഞ്ഞാൽ. പരിശുദ്ധാത്മാവ് ഇപ്പം ലാസർ മരിച്ചുപോയി, ഉടനെ പരിശുദ്ധാത്മാവ് ഈശോനോട് ഉപദേശം കൊടുക്കും. ഇതൊക്കെ ഒന്നും കാര്യമില്ല, ഇത് പിതാവ് മഹത്വപ്പെടാൻ വേണ്ടിയുള്ള സമയമാണ്, അതുവഴി നീയും മഹത്വപ്പെടാൻ വേണ്ടിയുള്ളതാണ്. അപ്പോൾ ബി കറേജിയസ്. ആ പരിശുദ്ധാത്മാവിൻ്റെ ആനന്ദം എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള സമയത്ത് ഈ ആനന്ദമൊക്കെ ആവശ്യമായി വരേണ്ടത്. ഗലാത്യർ 5:22 എന്നാൽ ആത്മാവിന്റെ ഫലങ്ങൾ സ്നേഹം ആനന്ദം സമാധാനം. മതി, ഇത്രയും മതി. കണ്ട, ആത്മാവിന്റെ ഫലങ്ങൾ പറഞ്ഞ സ്നേഹം, ആനന്ദം, സമാധാനം. അപ്പൊ ഈ ലാസ്റ്റർ മരിച്ച്, സ്നേഹിതനായ ലാസ്റ്റർ മരിച്ചു പോയിട്ടും ഈശോയ്ക്ക് സമാധാനത്തിന് കേടൊന്നും ഇല്ല. ഉണ്ടാ? ഇല്ല. എന്താ കാര്യം? പരിശുദ്ധാത്മാവിൻ്റെ ഉപദേശമുണ്ട്. ഈ രോഗം മരണകാരണം അല്ല, പിതാവ് മഹത്വപ്പെടാനുള്ളതാണ്. ഈ പിതാവിൻ്റെ മഹത്വം എന്ന് പറഞ്ഞാൽ പൂർണ്ണതയുള്ള മഹത്വമാണ് ഈ വരാൻ പോണത്. കാര്യം എന്ന് കഴിഞ്ഞാൽ ഏകജാതൻ്റെ മഹത്വമാണ്. ഏകജാതൻ്റെ മഹത്വം എന്ന് പറഞ്ഞാൽ പിതാവായ മഹത്വപ്പെടുന്ന സ്ഥലത്ത് വെച്ചാണ് ഏകജാതിന് ഓട്ടോമാറ്റിക്കായിട്ട് മഹത്വപ്പെടുന്നത്. ഇതൊരു വളരെ സീരിയസ് ആയിട്ട്, അതായത് ഈ പിതാവിനെ മാറ്റി നിർത്തിക്കൊണ്ട് എല്ലാവർക്കും ഉള്ള ജീവിതം എന്ന് പറയുന്നത് യേശുവിൽ മാത്രം അടിസ്ഥാനപ്പെടുത്തിയുള്ള ജീവിതമാണ്. മനസ്സിലായില്ല? അതെപ്പോഴും നമ്മൾ വളരെ ശ്രദ്ധിക്കണം. നമ്മുടെ ആധ്യാത്മിക ജീവിതം യേശുവിൽ മാത്രം അടിസ്ഥാനപ്പെടുത്തിയല്ല, അൾട്ടിമേറ്റായിട്ട് ഇത് പിതാവ്. ഇപ്പം ഞങ്ങളൊക്കെ, ഇപ്പം എൻ്റെയൊക്കെ കാര്യം പറയാം, ഞാൻ പിതാവുമായിട്ട് ഭയങ്കര ബന്ധമുള്ള ആകാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. ഞാൻ എന്ത് പറഞ്ഞാലും പിതാവിനെ വിളിച്ച് പ്രാർത്ഥിക്കും. ഞാനൊരു പള്ളി പണിതപ്പോൾ ആദ്യമേ പിതാവിൻ്റെ രൂപമാണ് കൊണ്ട് മൊളിവിച്ചത്. ഐ നോ ഹു ഈസ് ഫാദർ. ഒരു പള്ളി പണിതാണ്, പള്ളി വാതിക്കൽ തന്നെ വെച്ചിരിക്കുന്നത് പിതാവായ ദൈവത്തിൻ്റെ രൂപമാണ്. അതെന്ന് കഴിഞ്ഞാൽ പിതാവായ ദൈവം നമ്മളെല്ലാവരും ജോലി വേല കാര്യങ്ങളെല്ലാം എടുക്കണത് ഒറ്റ കാര്യത്തിന് വേണ്ടിയാണ്. എന്താണ്? പിതാവിൻ്റെ മഹത്വപ്പെടുത്തി. ഈശോ ഈ ഭൂമി ജീവിച്ചിരുന്ന സമയത്ത് മുഴുവൻ ജോലി ചെയ്തിരുന്നതിൻ്റെ ഒറ്റ കാര്യം എന്താ? പിതാവെന്ന് വിളിക്കുമ്പോൾ ചങ്കറിഞ്ഞങ്ങ് വിളിക്കണം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, എന്താ പറയണത്? അങ്ങയുടെ നാമം പൂജിതമാകണം. എന്താ? എൻ്റെ പ്രവർത്തനങ്ങളിലൂടെ എനിക്ക് നഷ്ടം വന്നാലും ലാഭം വന്നാലും, എനിക്ക് സന്തോഷം വന്നാലും സങ്കടം വന്നാലും അങ്ങയുടെ നാമം, അതാണ് വിഷയം. അത് വിഷയമാണ്. മനസ്സിലായില്ലേ? സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ് എന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനയ്ക്കുള്ള അർഹത എന്ന് പറയണത് എന്താണ്? ഇപ്പം എൻ്റെ ജോലി പോയി, അപ്പോൾ എന്താ പറയണത്? ഇപ്പം ഈശോ ലാസ്റ്റർ മരിച്ചു എന്ന് പറയുമ്പോൾ പിതാവേ, ഇപ്പോൾ മനുഷ്യപുത്രൻ മഹത്വപ്പെടാൻ പോകുന്നു, പിതാവായ ദൈവവും അവന് മഹത്വപ്പെടാൻ പോകുന്നു. അപ്പം അത് ഇരട്ട മഹത്വമാണ് വരണത്. അപ്പം ഇതുപോലെ തന്നെയാണ്
ഈശോയ്ക്ക് സ്വന്തം ജീവിതത്തിൽ, ഇത് ലാസർ എന്ന് പറയുമ്പോൾ വേറൊരു വ്യക്തിയാണ്, ഈശോയുടെ ജീവിതത്തിൽ ഒരു പ്രശ്നം വന്നപ്പോൾ എന്താണ് ഈശോ പ്രാർത്ഥിച്ചത്? അതും സ്വർഗസ്ഥനായ പിതാവാണ്. അതാണ് നമ്മൾ നേരത്തെ വായിച്ചത്. എത്രയിലാണ്? 12:28 അല്ലെ? ഒന്നിനു വായിച്ചത് യോഹന്നാൻ 12:28. പിതാവേ, അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. അപ്പോൾ സ്വർഗത്തിൽ നിന്ന് ഒരു സ്വരമുണ്ടായി, ഞാൻ മഹത്വപ്പെടുത്തിയിരിക്കുന്നു, ഇനിയും മഹത്വപ്പെടുത്തും. ഒരു വ്യക്തിക്ക് സർവൈവ് ചെയ്യാനുള്ള എല്ലാം ക്രിസ്തുവിലുണ്ട്. അതില്ലെങ്കിൽ നമ്മൾ അവർക്കത് പറഞ്ഞു കൊടുക്കും. ക്രിസ്തു ഒരു വ്യക്തി സർവൈവ് ചെയ്യാൻ ആവശ്യമായ എല്ലാം ക്രിസ്തുവിലുണ്ട്. ചില വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നമുക്ക് പറ്റത്തില്ല. പ്രാർത്ഥിക്കാം, പക്ഷെ ആ വ്യക്തികളിൽ നമ്മൾ വിചാരിക്കുന്ന അത്രയും പ്രാർത്ഥനയുടെ ഫലങ്ങൾ ആ വ്യക്തിക്ക് സ്വീകരിക്കാൻ പറ്റത്തില്ല. അപ്പം നമ്മളെന്ത് ചെയ്യും? നമ്മളത് ഉപ്പായിട്ട് വെഞ്ചരിച്ച് അവർക്ക് കൊടുക്കും. മനസ്സിലായില്ലേ? ഈ വെഞ്ചരിപ്പ് നേർച്ച വസ്തുക്കളിലൊക്കെ ഗുണങ്ങൾ അതാണ്. നേർച്ച വസ്തുക്കളൊക്കെ എന്താ ചെയ്യണത്? നിങ്ങൾക്കറിയാം, നേരത്തെ ഉപ്പല്ല നമ്മൾ കൊടുക്കണത്. നിങ്ങൾ ഓർക്കണം, ഉപ്പ് വെഞ്ചരിച്ച് കൊടുത്ത് പറയരുത്. എന്താ ചെയ്യണത്? അത് ബൈബിളിലുള്ള ഒരു സംഭവമാണ് ഉപ്പ്. ബൈബിൾ ഉപയോഗിക്കുന്നതാണ് ഉപ്പ്. നമ്മളവിടെ എന്താ ചെയ്യണത്? നമ്മൾ യേശു കർത്താവാണെന്ന് അതരം കൊണ്ട് ഏറ്റുപറയുന്നു. ഇപ്പം അവർ പരാജയമാണ് കർത്താവെന്നല്ലേ പറയണത്. ആത്മഹത്യ ചെയ്ത ആൾക്കാരെന്താ ചെയ്യണ? ആൾക്കാരെന്താ പരാജയമാണ് കർത്താവെന്നല്ലേ പറയണത്. അപ്പം നമ്മൾ പറഞ്ഞത് എന്താണ്? മരിച്ചുയർത്തെഴുന്നേറ്റ യൂദാസിനാൽ വഞ്ചിക്കപ്പെട്ടും പത്തോസിനെ പീലാത്തോസിനെ കൈ കഴുകിയിട്ടും അത് പത്തോസിനെ തള്ളിപ്പറഞ്ഞിട്ടും മരിച്ചുയർത്തെഴുന്നേറ്റ കർത്താവാണ് യഥാർത്ഥ കർത്താവ് എന്നാണ് നമ്മൾ പറയണത്. ഈ യേശു കർത്താവാണെന്നുള്ള എന്തു ചെയ്യും? അധരം കൊണ്ട് ഏറ്റുപറയും. പിന്നെന്ത് ചെയ്യണത്? ദൈവം അവന് മരിച്ചെന്ന് ഉയർപ്പിച്ചെന്ന് ഹൃദയത്തിൽ വിശ്വസിച്ചുകൊണ്ടാണ് നമ്മളത്, അപ്പോഴാണ് രക്ഷ പ്രാപിക്കുന്നത്, അല്ലേ? അപ്പം അതുകൊണ്ട് ഈ ഉപ്പ് ആശീർവദിക്കുന്ന വ്യക്തിയുടെ ഉള്ളിൽ എന്താണ്? 2 ഫോർമുല ഉള്ളത്. എന്താണ്? യേശുവാണ് കർത്താവ്, യേശുവാണ് കർത്താവ്. പിന്നെന്താണ്? ദൈവം അവന് മരിച്ചെന്ന് ഉയർപ്പിച്ച് എഴുന്നേറ്റുവെന്ന് നമ്മൾ ഹൃദയത്തിൽ വിശ്വസിക്കുന്നു. അപ്പോഴാണ് രക്ഷ പ്രാപിക്കുന്നത്. അപ്പം ഈ വ്യക്തി രക്ഷ പ്രാപിക്കാൻ വേണ്ടി നമ്മൾ വെഞ്ചരിച്ച ഉപ്പാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും മീഡിയം തേഞ്ച് ഇപ്പം നമ്മൾ കൊടുക്കണത്. അപ്പോൾ കൊടുക്കുമ്പോഴേ ഇപ്പം ഞാൻ നിങ്ങളോട് പറയും, നിങ്ങൾ ഉടമ്പടി എടുത്തവരായിരിക്കണം അത് കൊടുക്കേണ്ടതെന്ന് പറയും. അല്ലെങ്കിൽ വിശ്വാസ പ്രമാണം വൃത്തിയായിട്ട് ചെല്ലാൻ അറിയാവുന്നവരാണെന്ന് പറയണം. എന്താ കാര്യം? വിശ്വാസ പ്രമാണത്തിൽ ഇതെല്ലാം ഉണ്ട്. വിശ്വാസ പ്രമാണത്തിൻ്റെ കാച്ചി കുറുക്കിയെടുത്ത് കഴിഞ്ഞാൽ ജിസ്റ്റ് എന്താണ്? ഈ റോമ 10:9 എന്താണ്? യേശു കർത്താവാണ്, ദൈവം അവനെ മരിച്ചവരെന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് നമ്മൾ വിശ്വസിക്കുമ്പോഴാണ് രക്ഷ പ്രാപിക്കുന്നത്. അപ്പോൾ വിശ്വാസ പ്രമാണം ചെല്ലണമെങ്കിൽ കപ്പാസിറ്റി വേണം. അല്ലാതെ പണ്ട് കാറ്റഗറിസ്റ്റ് പഠിച്ചാണെന്ന് പറഞ്ഞുകൊണ്ട് കാണാതെ താറാവ് കൊക്കണ പോലെ കണക്കണ പറഞ്ഞ് വർക്കൗട്ട് ചെയ്യത്തില്ല. ഇവിടെ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഇതൊന്നും ആക്ടിവേറ്റ് ഇതെല്ലാം പഠിപ്പിച്ചു കൊടുത്തൊന്നല്ലാതെ ഇതെങ്ങനെയാണ് ഉപയോഗിക്കണമെന്ന് പഠിപ്പിച്ചു കൊടുത്തിട്ടില്ല. അവിടെ വിഷയം. ഞാൻ അച്ഛനായ കാലം മുതലേ ചെല്ലണ ഒരു ഇൻസ്ട്രുമെൻ്റാണ്, ഉപയോഗിക്കുന്നതാണ്. ഈ ഒരുമാതിരിപ്പെട്ട എല്ലാ വിഷയവും വിശ്വപ്രമാണത്തിൽ നിൽക്കും. എന്താ കാര്യം? ഇതിൻ്റെ അകത്തുള്ള TMD ഭയങ്കരമാണ്. ഇതിനെ ഘടിപ്പിച്ചിരിക്കുന്ന അണുബോംബ് എന്ന് പറയുന്നത് രക്ഷാസ്ഫോടനം നടത്തിയ അണുബോംബ് ഘടിപ്പിച്ചിരിക്കുന്നത്. എന്താണ്? യേശു കർത്താവാണെന്ന് അതരം കൊണ്ട് ഏറ്റു പറയുന്നു. രണ്ടാമത്തെ എന്താണ്? ദൈവം അവനെ മരിച്ചെന്ന് ഉയർപ്പിച്ചെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുക. അപ്പോഴാണ് രക്ഷ പ്രാപിക്കണത്. രക്ഷ എന്ന് പറഞ്ഞാൽ എന്താണ്? ലൂക്ക 2:30. അതെന്താണ്? എല്ലാ മനുഷ്യർക്കും വേണ്ടി ഒരുക്കിയിരിക്കുന്ന രക്ഷ ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടിരിക്കുന്നു. അപ്പോഴേ എല്ലാ മനുഷ്യർക്കും വേണ്ടി ഇത് ഉപയോഗിക്കാൻ പറ്റും. പക്ഷെ ഉപയോഗിക്കുന്നവൻ അതിൽ വിശ്വസിക്കുന്ന ആളായിരിക്കണം. പിടിയാ? എല്ലാ മനുഷ്യർക്കും വേണ്ടി ഉപയോഗിക്കാൻ പറ്റും ഇത്, പക്ഷേ ഉപയോഗിക്കുന്ന ആൾ കറക്റ്റായിരിക്കണം. ഇതിൻ്റെ അകത്ത് ട്രെയിൻഡ് ആയിരിക്കണം ആളായിരിക്കണം. അല്ലാതെ വിശ്വാസപ്രമാണം പകുതി ചെല്ലിക്കുമ്പോൾ മറന്നു പോകും. ഒന്ന് ചെല്ലിയിട്ട് നോക്കിയേ. ചിലരോട് ഞാൻ നിങ്ങൾ ആ വിശ്വാസപ്രമാണം ചെല്ലാൻ പറഞ്ഞു, തപ്പിത്തുടങ്ങി എൻ്റെ അച്ഛൻ മറന്നുപോയെന്ന് പറയും. അതാ വിശ്വാസപ്രമാണം മറന്നുപോയത് തന്നെയല്ല പ്രശ്നം, അതിനെക്കുറിച്ച് ഒരു ഐഡിയ അയാൾക്കില്ല. അയാൾ പണ്ടത്തെ എന്തോ പ്രാർത്ഥന പോലെ പ്രാർത്ഥിച്ച് വെച്ചിരിക്കുകയാണ്. അതല്ല, ഇതിപ്പോൾ മൊത്തം അണുബോംബാ. ഇത് ഇടുന്ന സ്ഥലത്ത് അങ്ങോട്ട് അവിഞ്ഞു പോയേ ഉള്ളൂ.
അത്രയ്ക്ക് ഒന്നും താങ്ങാൻ പറ്റാത്ത രീതിയിലുള്ള സംഭവമാണ്. കാര്യം രക്ഷയുടെ മുഴുവൻ ഫോർമുലയാണ്. നൈസൈൻ സുനദോസിൽ വെച്ച് ചെയ്ത ഒന്നാമത്തെ, രണ്ടാമത്തെ അല്ല, ഒന്നാമത്തെ നൈസൈൻ സുനദോസിൽ വെച്ച് പിതാക്കന്മാർ 418 പിതാക്കന്മാർ ഒരുമിച്ച് കൂടി പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് മാസങ്ങളോളം പ്രാർത്ഥിച്ച് ചർച്ച ചെയ്തിട്ടാണ് ഈ വിശ്വാസ പ്രമാണം ക്രോഡീകരിച്ചിരിക്കുന്നത്. ഇന്ന് വരെ അത് മാറ്റിയിട്ടില്ല. അടിസ്ഥാന അപ്പോസ്തലിക സഭയിലെല്ലാം ഇത് തന്നെയാണ് പറയണത്. ഓർത്തഡോക്സിലും ചില ഈ പ്രകാശത്തു നിന്നുള്ളതും പുത്രരിൽ നിന്നുള്ള ചെറിയ ഡിവിഷൻസ് വരുത്തി എന്നുള്ളല്ലാതെ അതിൻ്റെ പ്രധാനപ്പെട്ട ഘടകങ്ങൾക്കൊന്നും മാറ്റം ഉണ്ടായിട്ടില്ല. അപ്പോൾ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും പവർഫുള്ളാണ് വിശ്വാസ പ്രമാണം. അപ്പോൾ വിശ്വാസ പ്രമാണം അപ്പോസ്തലന്മാരുടെ കാലത്ത് തന്നെ ഡെവലപ്പ് ചെയ്ത് വന്നതാണ്. പിന്നീട് ആര്യനിസവും മൊണോഫിസിസവും ഒക്കെ പോലെയുള്ള കുറച്ച് ഏകദൈവതാവാദമൊക്കെ വന്നപ്പോൾ കഴിഞ്ഞപ്പോഴാണ് അപ്പോസ്തലന്മാർ ഡെഫിനിഷൻ വെച്ചത്. അതിനെ ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയാണ് പിന്നീട് കുറച്ച് കാര്യങ്ങൾ കുർബാനയ്ക്ക് നമ്മൾ ഇരട്ടി പറയാൻ നമ്മുടെ വിശ്വാസ പ്രമാണം അല്ല കുർബാനയ്ക്ക് വായിക്കുന്നത്, അത് നൈസൈൻ ക്രീഡ വായിക്കുന്നത്. അപ്പം അതുകൊണ്ട് വിശ്വാസ പ്രമാണം വായിക്കുമ്പോൾ അത് പറയുമ്പോൾ അതിന് തക്ക പിതാവിനുള്ള സ്നേഹം ഉണ്ടാകണം. എന്താ കാര്യം? പിതാവാണ് ആദ്യത്തെ ആൾ അതിൻ്റെ അകത്ത്, അല്ലേ? വിശ്വപ്രമാണം ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവും സർവശക്തനുമായ പിതാവും ഞങ്ങൾ വിശ്വസിക്കുന്നു. കണ്ട, അതൊക്കെ പിതാവ് തന്നെ കണ്ടില്ലേ? ഇപ്പോൾ വിശ്വാസ പ്രമാണത്തിൻ്റെ പ്രശ്നം ഇതിൻ്റെ അകത്ത് പിതാവ് വരുന്നുണ്ട്, പുത്രൻ വരുന്നുണ്ട്, പരിശുദ്ധാത്മാവ് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ അടിത്തറ, ഒരു വീട് കെട്ടണ മുമ്പ് അതിൻ്റെ വാനം കുഴിച്ച് നല്ല അടിത്തറ കിട്ടിയിട്ടാണ് നമ്മൾ അടുത്ത പ്രാർത്ഥന. അതുകൊണ്ട് ഉടമ്പടിയിൽ ആദ്യം വിശ്വാസ പ്രമാണം ചെല്ലണം നമ്മൾ, അല്ലേ? അത് കഴിഞ്ഞിട്ടാണ് 7 സ്വർഗസ്ഥനായതും 7 നന്മ നിറഞ്ഞവരെയും ചെല്ലണത്. ആദ്യം അടിത്തറയിടും. അടിത്തറയിടുമ്പോൾ ഉള്ള പ്രശ്നമെന്ന് പറയണത്, വിശ്വാസ പ്രമാണം ചെല്ലുമ്പോൾ ദൈവം നിൻ്റെ മുഖത്ത് നോക്കിയിട്ട് പറയണ്ട, നീ ചെല്ലിയിട്ട് കാര്യമൊന്നുമില്ലെന്ന് ആദ്യകാരി പറയും ദൈവം. അതാണ് കുഴപ്പം. നിത്യത വരെ പോകേണ്ട ഒരു യാത്രക്കാരിയാണ്, എന്നും ദൈവത്തിൻ്റെ കൂടെ ജീവിക്കേണ്ട ഒരാളാണ്. അത് ചെല്ലണമെന്ന് പറയുമ്പോൾ അതിൻ്റെ TMD ടൺ കണക്കിന് ഭാരമുള്ളതായി മാറും. അതുകൊണ്ട് എപ്പോഴും ദൈവവുമായിട്ടുള്ള എല്ലാ വിഷയത്തിലും പിതാവിനെ ചേർക്കേണ്ടി വരും, പുത്രനെ ചേർക്കേണ്ടി വരും, പരിശുദ്ധാത്മാവിനെ ചേർക്കേണ്ടി വരും. പത്രോസിന് ഈ വിഷയത്തെക്കുറിച്ചൊക്കെ, പത്രോസാണല്ലോ ഈ വിശ്വാസ പ്രമാണത്തിൻ്റെ ആണിക്കല്ലുണ്ടാക്കിയത്. പത്രോസാണ് വിശ്വാസ പ്രമാണത്തിൻ്റെ ആണിക്കല്ലുണ്ടാക്കിയത്. അങ്ങേക്കറിയാം, യോഹന്നാൻ അല്ല ശരിക്കും പറഞ്ഞാൽ. ഞങ്ങളും, പത്രോസാണ് പറയണത്, ഞങ്ങളും അവൻ്റെ കൂടെ മറുരൂപ മലയിൽ ഉണ്ടായിരുന്ന ആളാണ്. അപ്പം രൂപാന്തരം എന്താണ്? 2 Pетros 1:17 പിതാവായ ദൈവത്തിൽ നിന്ന്, കേട്ടോ, പിതാവായ ദൈവത്തിൽ നിന്ന് ബഹുമാനവും മഹത്വവും അവൻ സ്വീകരിച്ചു. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. പത്രോസ് എന്താണ് കണ്ടത്? പിതാവായ ദൈവത്തിൽ നിന്ന് പറഞ്ഞേ, പിതാവായ ദൈവത്തിൽ നിന്ന് മഹത്വവും ബഹുമാനവും അവൻ സ്വീകരിച്ചു. ഈശോ സ്വീകരിച്ചു. പറഞ്ഞോളൂ. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന സ്വരം മഹിമ പ്രാഭവത്തിൽ നിന്ന് അവന്റെ അടുത്ത് വരികയും ചെയ്തു. അപ്പോൾ ഇത് പത്രോസ് നേരിട്ട് കണ്ടതാണ്. കാര്യം കർത്താവിൻ്റെ മഹത്വം മുഴുവൻ ഏകജാതൻ്റെ മഹത്വമാണ്. പിതാവായ ദൈവത്തിൻ്റെ മഹത്വം ഈശോയിലേക്ക് വന്നതാണെന്ന് കണ്ടു. ഈശോയിലേക്ക് വന്നത് കൊണ്ടാണ് പത്രോസ് പിന്നീട് രക്ഷയുടെ ഫോർമുല ഉണ്ടാക്കിയപ്പോൾ പത്രോസ് പറഞ്ഞത്, മറ്റൊരുവരിലും ഇനി രക്ഷയില്ല. കാര്യം മഹത്വം ഞങ്ങൾ കണ്ടത് ഇവൻ്റെ അടുത്തേക്ക് വരണമാണ് കണ്ടത്. പിതാവായ ദൈവത്തിൻ്റെ മഹത്വം ഇവൻ്റെ അടുത്തേക്ക് വരുന്നതാണ് ഞങ്ങൾ കണ്ടത്. വേറെ ആരുടെ അടുത്തേക്ക് വന്നിട്ടില്ല, വന്ന ചരിത്രവുമില്ല. അപ്പം അതുകൊണ്ട് ഇവനാണ് ദൈവത്തിൻ്റെ സ്വീകാര്യൻ. കാര്യം ഇവന് പ്രസാദിച്ചിരിക്കണം എന്നല്ലേ പറയണത്. അതാണ് പക്ഷേ മോസസിൻ്റെ അടുത്ത് വന്നെങ്കിലും, മോസസിനെ പ്രസാദിച്ചെന്ന ദാവീദിൻ്റെ അടുത്ത് വന്നെങ്കിലും ഇവൻ എൻ്റെ പ്രിയ പുത്രനാണെന്ന് ഇവന് പ്രസാദിച്ചിരിക്കണമെന്ന അംഗീകാര മുദ്ര കൊടുത്തിട്ടില്ല. ഈ അംഗീകാര മുദ്ര ഭയങ്കര സീരിയസാണ്. അതുകൊണ്ടാണ് യോഹന്നാന് അതിനെക്കുറിച്ചൊരു ഐഡിയ ഉണ്ട്. എന്താ കാര്യം? ലോകത്തിൻ്റെ പാപങ്ങൾക്ക് പരിഹാരമായിട്ട് ഈശോ ബലിയർപ്പിച്ചാൽ
അതിന് പരിഹാരം കിട്ടും. അതാണ് ഈശോ തന്നെ പറയുന്നുണ്ടത് പരിശുദ്ധാത്മാവിൽ. പിതാവ് ദൈവം എന്നിൽ അംഗീകാരം മുതൽ. ടേക്ക് എ വേർഡ് ഓഫ് ഗോഡ്. യോഹന്നാൻ 6:27. യോഹന്നാൻ 6:27. നശ്വരമായ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കാതെ. ഇതാ വിഷയം നോക്കിയേ, നിത്യതയുമായി ബന്ധപ്പെട്ട വിഷയം വരണത്. നശ്വരമായ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കാതെ മനുഷ്യപുത്രൻ തരുന്ന നിത്യജീവന്റെ അനശ്വരമായ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കുവിൻ. എന്തെന്നാൽ പിതാവായ ദൈവം അവന്റെ മേൽ അംഗീകാര മുദ്ര വച്ചിരിക്കുന്നു. അനശ്വരമായ അപ്പത്തിനു വേണ്ടി, നിത്യതയ്ക്ക് വേണ്ടി അന്വേഷിക്കുന്നവന് ഈശോയാണ് അംഗീകാര മുദ്രയുള്ള ഒരേ ഒരു രക്ഷകൻ. ഇതറിയാവുന്നത് യോഹന്നാനെ ഇതിനെ കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ടാണ് പിതാവിൻ്റെ ഏകജാതൻ്റെ മഹത്വം എന്നൊക്കെ അദ്ദേഹം പറയും. പിതാവിനെ കണക്ട് ചെയ്താണ് പിന്നീട് ഈ യോഹന്നാനും പത്രോസുമാണ് ഇവരെ രണ്ടുപേരും മറുരൂപമലയിൽ ഉണ്ടായിരുന്ന ആൾക്കാരാണ്. രൂപാന്തരീകരണ സമയത്ത് ഉണ്ടായിരുന്നതാണ്. ആ യോഹന്നാൻ 1:14 വായിച്ച്. വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. അവന്റെ മഹത്വം നമ്മൾ ദർശിച്ചു. കൃപയും സത്യവും നിറഞ്ഞതും പിതാവിന്റെ ഏകജാതന്റേതുമായ മഹത്വം. അപ്പൊ ഈശോയുടെ മഹത്വത്തിന്റെ പേരില് വന്നിരിക്കുന്ന ഫീച്ചേഴ്സിന് വ്യത്യാസമുണ്ട്. മഹത്വം പലതുണ്ട്. യോഹന്നാനി എപ്പോഴുള്ള കുഴപ്പം, എന്ത് പറഞ്ഞാലും സത്യവും മിഥ്യവും എന്ന് പറയും. ഐ ആം ദ റിയൽ ബ്രെഡ്, ഞാൻ ജീവൻ്റെ അപ്പം, യഥാർത്ഥ അപ്പമാകുന്നു, ഞാൻ യഥാർത്ഥ പാനീയമാകുന്നു. അപ്പം ഇങ്ങനെ എന്ത് പറഞ്ഞാലും ഈശോയെ സംബന്ധിച്ച് വരുമ്പോൾ ഈശോ റിയലും മറ്റുള്ളത് ഫാൾസുമായിട്ടേ പറയത്തുള്ളൂ. അത് യോഹന്നാൻ്റെ ക്രിസ്തു അനുഭവമാണ്. യോഹന്നാൻ ക്രിസ്തുവിൻ്റെ കൂടെ നടന്നപ്പോൾ മനസ്സിലായതാണ്, ക്രിസ്തുവിനെ കണ്ടെത്തി കഴിഞ്ഞാൽ പിന്നെ എല്ലാം ഫാൾസാണെന്ന് യോഹന്നാൻ പറയും. ഇത് ക്രിസ്തുവിനെ കണ്ടെത്തി കഴിഞ്ഞാൽ രക്ഷയുടെ കാര്യത്തിനാണ്. രക്ഷയുടെ കാര്യത്തിന് മഹത്വത്തിൽ എന്താ പറയണത്, അതിന് സത്യം എന്നുള്ള വാക്ക് എക്സ്ട്രാ ചേടി വെക്കും. റീഡ് ഇറ്റ് അഗൈൻ. ശ്രുതികട ഹല്ലേലൂയ. വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. അവന്റെ മഹത്വം നമ്മൾ ദർശിച്ചു. കൃപയും സത്യവും നിറഞ്ഞതും പിതാവിന്റെ ഏകജാതന്റേതുമായ മഹത്വം. പിതാവിന്റെ ഏകജാതന്റെ മഹത്വം എന്ന് പറയുന്നത് എന്താണ്? കൃപയും സത്യവും നിറഞ്ഞതാണ്. അതുകൊണ്ടെന്ന് പറഞ്ഞാൽ ഈ കൃപയും സത്യവും നിറയാത്ത ബാക്കിയെല്ലാം ഫാൾസ് ആണെന്ന് യോഹന്നാൻ സ്റ്റേറ്റ് ചെയ്യുകയാണ്. ഇത് ഈ സ്റ്റേറ്റ്മെൻറ്റ് തന്നെയാണ് പത്രോസിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്. എന്താ പത്രോസ് എന്ത് പറയും? പത്രോസ് പറയും യേശു മാത്രമാണ് സത്യമെന്ന് പറയും. എന്താ കാര്യം? അതാണ് മറ്റൊരുവൻ രക്ഷയില്ല. 4:12 എടുത്ത് നടപടി പുസ്തകം. ശ്രുതികട ഹല്ലേലൂയ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ആകാശത്തിനു കീഴെ മനുഷ്യരുടെ ഇടയിൽ നമുക്ക് രക്ഷയ്ക്കു വേണ്ടി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല. അപ്പം മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല എന്നതിൻ്റെ കൂടെ വായിക്കണം. പിതാവായ ദൈവം എനിക്ക് അംഗീകാരം മുദ്ര ചാർത്തിയിരിക്കുന്നു. മറ്റൊരു നാമവും രക്ഷയ്ക്ക് വേണ്ടി, നിത്യതയ്ക്ക് വേണ്ടി നൽകപ്പെട്ടില്ല എന്നതിൻ്റെ കൂടെ വായിക്കണം. പിതാവായ ദൈവത്തിൻ്റെ മഹത്വവും സത്യവും കൃപയും നിറഞ്ഞ മഹത്വം എന്ന്. അപ്പം സത്യവും കൃപയും നിറഞ്ഞ മഹത്വം യേശുക്രിസ്തുവിൻ്റെത് എന്നുള്ളത് എന്തിനുള്ളതാണ്? നിത്യതയ്ക്ക് വേണ്ടി നമുക്ക് നൽകിയിരിക്കുന്ന ദൈവത്തിൻ്റെ രക്ഷയുടെ നാമമാണ്. അതാണ് ശ്രീയേശു നാമം, രക്ഷയുടെ നാമം. ശ്രുതികട ഹല്ലേലൂയ.